പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടമകൾ വിസ്മരിക്കുകയും അവരെ വൃദ്ധസദനങ്ങളിൽ തള്ളുകയോ വീടുകളിൽ അവരെ പരിചരിക്കാൻ ഹോം നേഴ്സുമാരെ ഏർപ്പെടുത്തുകയോ ചെയ്താൽ അവരോടുള്ള കടമകൾ നിറവേറിക്കഴിഞ്ഞു എന്ന് സമാധാനിക്കുന്ന ഒരു തലമുറയാണ് നിർഭാഗ്യവശാൽ നിലവിലുള്ളത്. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ പേറി ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ എല്ലാ വേദനകളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നിസ്സഹായമായ നിലവിളിയോടുകൂടി കഴിയുന്ന ധാരാളക്കണക്കിൽ മാതാപിതാക്കളുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോടുള്ള കടമ അവർക്ക് സേവനം ചെയ്യൽ, അവരെ ശുശ്രൂഷിക്കൽ, അവരെ പരിപാലിക്കൽ, അവരെ ആദരിക്കൽ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കൽ, അല്ലാഹുവും റസൂലും വളരെയേറെ പ്രാധാന്യപൂർവ്വം ഊന്നി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇത്രയേറെ മാതാപിതാക്കളോടുള്ള കടമകൾ വിശദമായി പ്രതിപാദിച്ച ഒരു മതം കണ്ടെത്തുക സാധ്യമല്ല. മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അവരോടുള്ള സമീപനം തൗഹീദുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിലെ 4ഓളം സ്ഥലങ്ങളിൽ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വണങ്ങുക എന്നീ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ 2ാം സ്ഥാനത്ത് മാതാപിതാക്കളോടുള്ള സേവനത്തിന് പ്രാധാന്യം കൽപ്പിച്ച ദീനാണ് ഇസ്ലാം. സൂറത്തുൽ ബഖറയിൽ വൈദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. ഇസ്രായേൽ സമുദായത്തോട് നാം കരാറ് വാങ്ങി, അല്ലാഹുവല്ലാത്ത മറ്റാരെയും ഇബാദത്ത് ചെയ്യുവാൻ പാടില്ല. 2ാമത് പറയുന്നു, മാതാപിതാക്കന്മാരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. സൂറത്തുൽ ഇസ്രായിൽ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ നാഥൻ നിന്നെ സംബന്ധിച്ചിടത്തോളം നിയമമാക്കി നിശ്ചയിച്ച കാര്യം, അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവാൻ പാടുള്ളൂ. മാതാപിതാക്കളോട് നന്മ നിറഞ്ഞ രൂപത്തിൽ പെരുമാറണം. സൂറത്തു നിസായിൽ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കുവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. മാതാപിതാക്കളെ സംബന്ധിച്ച് അല്ലാഹു വസിയ്യത്ത് ചെയ്തു. അവന്റെ മാതാവ് അവന് ഗർഭം ചുമന്നു. വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവശതകളും സഹിച്ചുകൊണ്ടാണ്
ഗർഭധാരണത്തിന്റെയും പ്രസവത്തിന്റെയും ഘട്ടങ്ങൾ കഴിഞ്ഞുപോയത്. സൂറത്തുൽ ലുഖ്മാനിൽ പറയുകയാണ്, അനിഷ്കുർ ലീ വലിവാലിദൈക്, അല്ലാഹുവായ എനിക്ക് നീ നന്ദി ചെയ്യണം. രണ്ടാമത് പറയുന്നു, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. റബ്ബായ ഞാൻ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സന്ദർഭം നൽകി, നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ അനുവാദവും സന്ദർഭവും നൽകിയ എന്നോടുള്ള നന്ദി കഴിഞ്ഞാൽ പിന്നെ നീ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളോടാകുന്നു. അനിഷ്കുർ ലീ വലിവാലിദൈക്. പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, എന്റെ മാതാവിനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുവാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. യഹ്യാ നബി അലൈഹിസ്സലാം വബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കളോട് നന്മ നിറഞ്ഞ പെരുമാറ്റമായിരുന്നു ആ പ്രവാചകന്റേത്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് വ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ അതിന്റെ പ്രാധാന്യം ഉത്ബോധിപ്പിച്ചു. തൗഹീദിനോട് ബന്ധപ്പെടുത്തിയാണ് മാതാപിതാക്കന്മാർക്കുള്ള സേവനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചത്. ഈ രൂപത്തിൽ മാതാപിതാക്കന്മാരോടുള്ള കടമകൾ അല്ലാഹു വ്യക്തമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ. ഇന്നീ കാലഘട്ടത്തിൽ ധാരാളക്കണക്കിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ അടിച്ച് പുറത്താക്കുന്ന മക്കൾ, അവരോട് ക്രൂരമായ രൂപത്തിൽ പെരുമാറുന്നവർ, വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ അവരെ തിരിഞ്ഞു നോക്കാത്തവർ, കുടുംബത്തിൽ നിന്നും അവരെ അകറ്റുന്നവർ, വാർദ്ധക്യത്തിന്റെ അവശതകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്യാത്തവർ, ഇങ്ങനെ എല്ലാ നിലക്കും മാതാപിതാക്കന്മാരോട് നിർദ്ധയമായ രൂപത്തിൽ പെരുമാറുന്ന മക്കളെ സംബന്ധിച്ച് ദിനേന എന്നോടും കേട്ടുകൊണ്ടിരിക്കുകയാണ് നാം. നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ അയൽവാസി കൂട്ടങ്ങളിലുണ്ട്. ഇങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും പെറ്റു വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ സംബന്ധിച്ചുള്ള ബോധമില്ലാതെ അവരെ നടതള്ളുന്ന ധാരാളക്കണക്കിൽ മക്കൾ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കന്മാരുടെ സ്ഥാനം നിർണയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കന്മാർക്കുള്ള തൃപ്തിയിലാണ്. വസഖ്തുല്ലാഹി ഫീ സഖ്തിൽ വാലിദൈൻ, അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ വെറുപ്പ് കുടികൊള്ളുന്നത് മാതാപിതാക്കന്മാർക്കുള്ള വെറുപ്പിലാകുന്നു. മാതാപിതാക്കന്മാർ നിങ്ങളെ സംബന്ധിച്ച് സംതൃപ്തനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗം അവകാശപ്പെട്ടതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ മാതാപിതാക്കന്മാർ നിങ്ങളെ സംബന്ധിച്ച് അസ്വസ്ഥരോ നിങ്ങളോട് വെറുപ്പുള്ളവരോ ആണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വെറുക്കും, നിങ്ങളോട് കോപിക്കും. നിങ്ങൾക്ക് നരകമാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രധാന ശിഷ്യരിൽ ഒരു വ്യക്തിയായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവൃത്തി ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രവൃത്തി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അനുഷ്ഠിക്കുക. നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അനുഷ്ഠിക്കുക, അതാകുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കന്മാർക്ക് സേവനം ചെയ്യുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, അവർക്കാവശ്യമായ പരിചരണങ്ങളും ശുശ്രൂഷയും നൽകുക.
അതാകുന്നു നിനക്ക് രണ്ടാമത്തെ അല്ലാഹു പ്രിയപ്പെട്ട ഏറ്റവും നല്ല പ്രവൃത്തി. മൂന്നാമത്തെ പ്രവൃത്തിയാണ് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്. നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് അനുഷ്ഠിക്കുക, മാതാപിതാക്കന്മാർക്ക് നന്മ ചെയ്യുക, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് മൂന്നാമത്തെ വിഷയം. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനം മാതാപിതാക്കന്മാർക്കുള്ള സേവനമാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടും അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനുള്ള അനുവാദം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് പറയുകയാണ്, നീ തിരിച്ചുപോയി നിന്റെ ഉമ്മക്ക് സേവനം ചെയ്യുക. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നീ മുജാഹിദാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന്റെ പ്രതിഫലം അള്ളാഹു നിനക്ക് നൽകും. മറ്റൊരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയുന്നു, നബിയെ, എനിക്ക് ജിഹാദിന് വരണമെന്ന ആഗ്രഹമുണ്ട്. നബി പറയുന്നു, മാതാപിതാക്കന്മാർക്ക് സേവനം ചെയ്യുക. രണ്ടാമതും അയാൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തിരിച്ചുപോയി മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക. മൂന്നാമതും ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ലേ, ഇൽസം റിജലൈഹാ ഫസമ്മൽ ജന്ന, ആ മാതാവിന് സേവനം ചെയ്തുകൊണ്ട് ജീവിക്കുക, നിനക്ക് സ്വർഗത്തിൽ കടക്കാം. ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട് ജീവിക്കൂ, നിനക്ക് സ്വർഗത്തിൽ കടക്കാം. യമൻ രാജ്യത്ത് നിന്നും ഹിജറ ചെയ്തുകൊണ്ട് ഒരാൾ മദീനയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, യമനിൽ നിനക്ക് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, റസൂലെ, അബവായ, എന്റെ മാതാപിതാക്കന്മാർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. നബി ചോദിച്ചു, അവർ രണ്ടുപേരും നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ? അവരെ വിട്ടുപോരാൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ടോ, ഉമ്മയും ഉപ്പയും? അയാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിൽ നബി തിരുമേനി പറയുന്നു, തിരിച്ചുപോയി അവരോട് നീ അനുവാദം വാങ്ങുക, എങ്കിൽ മാത്രമേ നീ ഹിജറ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ. മറ്റൊരാൾ വന്നുകൊണ്ട് നബിയോട് ജിഹാദിന് അനുവാദം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിന്റെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ തിരുമേനി പറയുന്നു, ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ ജിഹാദും നിന്റെ യുദ്ധവും നിന്റെ ത്യാഗ പരിശ്രമങ്ങളും എല്ലാം അവരുടെ വിഷയത്തിലാവണം. മറ്റൊരാൾ വന്നുകൊണ്ട് നബി തിരുമേനിയെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഉബായിഉക അലൽ ഹിജറ, റസൂലേ, ഞാൻ ഹിജറയുടെ കാര്യത്തിൽ അങ്ങയുമായി ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്, ഹിജറയുടെയും ജിഹാദിന്റെയും കാര്യത്തിൽ. നബി തിരുമേനി ചോദിക്കുന്നു, അത്തബ്തഗിൽ അജ്റ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം നിനക്ക് നീ മോഹിക്കുന്നുണ്ടോ? നിനക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അയാൾ പറയുന്നു, റസൂലേ, ഉണ്ട്. നിന്റെ മാതാപിതാക്കന്മാർ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറയുന്നു, റസൂലേ, രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ട്. നബി തിരുമേനി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ സ്വർഗവും നീ ആഗ്രഹിക്കുന്നുണ്ടോ? അയാൾ പറയുന്നു, അതേ റസൂലേ. ഫർജിഇ ഇലാ വാലിദൈക്, എങ്കിൽ നീ നിന്റെ മാതാപിതാക്കന്മാരുടെ സമീപത്തേക്ക് ചെന്ന് അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തിട്ട് ഫഅഹ്സിൻ സുഹ്ബതഹുമാ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. മാതാപിതാക്കന്മാർക്കുള്ള സ്ഥാനമാണത്. ഒരാൾ വന്ന് നബിയോട് ചോദിക്കുന്ന, റസൂലേ, മൻ അഹഖു ലിഹുസ്നി സഹാബത്തി, എന്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് ആരാണ് അവകാശപ്പെട്ടത്? എന്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് ആരാണ് അവകാശപ്പെട്ടത്? നബി തിരുമേനി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയ. വീണ്ടും അയാൾ ചോദ്യം ആവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടാമതും നിന്റെ ഉമ്മ തന്നെയാണ്. മൂന്നാമതും അയാൾ ചോദ്യം ആവർത്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നിന്റെ പിതാവ്. ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഉമ്മക്കും അതിനുശേഷമുള്ള സ്ഥാനം പിതാവിനും കൊടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും നിലവാരവും ഓരോരുത്തർക്കുമുള്ള സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുകയാണ്. 3 വിഭാഗം, അവരെ അല്ലാഹു നോക്കില്ല,
നാളെ ഖിയാമത്ത് നാൾ അവരുടെ മുഖത്ത് പോലും അല്ലാഹു നോക്കുകയില്ല. ആരൊക്കെയാ ആ 3 വിഭാഗം? ഒന്നാമത്തേത് അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുന്നവൻ. അൽ ആഖുലി വാലിദൈൻ, മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുന്നവൻ. മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വിവക്ഷ ഞാൻ വിശദീകരിക്കാം. സാമാന്യമായി പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുന്നവൻ. വമുദ്മിനു ഖംറിൻ, മദ്യപാനിയായ വ്യക്തി, അല്ലാഹു അവന്റെ മുഖത്തേക്ക് നോക്കുകയേയില്ല. വൽ മന്നാനു ബഅദ അതാഇഹി, താൻ ചെയ്യുന്ന സേവനങ്ങളും സഹായങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രകടന വാഞ്ചയോടുകൂടി സേവനങ്ങൾ നടത്തുന്ന ആൾ. ആ 3 പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കാൻ പോകുന്നില്ല. അല്ലാഹു ഒരിക്കലും തട്ടിമാറ്റാത്ത പ്രാർത്ഥന ആരുടേതാകുന്നു? മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിക്കളയുകയില്ല. അല്ലാഹുവേ, എൻ്റെ മകൻ, എൻ്റെ മകൾ, അവർക്ക് ആവശ്യങ്ങളുണ്ട്, അവർക്ക് നിന്റെ ശ്രദ്ധയും പരിഗണനയും ആവശ്യമാണ്. ശാരീരികമായി, സാമ്പത്തികമായി, ആരോഗ്യത്തിന്റെ വിഷയത്തിൽ, കുടുംബപരമായ കാര്യത്തിൽ എൻ്റെ മക്കൾക്ക് പ്രയാസങ്ങളുണ്ട്. പടച്ചവനെ, ആ പ്രശ്നങ്ങൾ നീ തീർത്തു കൊടുക്കണമേ എന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ് പറഞ്ഞത്. ഒരിക്കൽ തിരുമേനി പറഞ്ഞു, ഏറ്റവും കൊടിയ പാപം ഏതാണ് എന്നറിയണമോ? ഏറ്റവും കൊടിയ ഭാഗം, അക്ബറുൽ കബായിർ, പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണെന്ന് നബി തിരുമേനി പറയുകയാണ്, അൽ ഇസ്റാഖു ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കൽ. നമ്മളെ സൃഷ്ടിച്ച്, നമ്മളെ പരിപാലിച്ച്, നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകി, നമുക്ക് ജീവിതം ഏറ്റവും സന്തോഷകരമാക്കി തന്ന അല്ലാഹുവിൽ പങ്കുചേർക്കുക. അല്ലാഹുവിന്റെ അവകാശങ്ങൾ, അവന്റെ അധികാരങ്ങൾ മറ്റു വല്ലവർക്കും കൽപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റു വല്ലവരെയും വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും ഉപകാരങ്ങളോ ഉപദ്രവങ്ങളോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഇതെല്ലാം ശിർക്കിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഉലൂഹിയ്യത്തിലും റുബൂബിയ്യത്തിലും അല്ലാഹുവിന്റെ സിഫാത്തിലും ആരെങ്കിലും മറ്റുള്ളവർക്കും അവകാശമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ശിർക്കിന്റെ പരിധിയിൽ പെടുന്നു. രണ്ടാമത് പറയുന്നു ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക. അല്ലാഹുവിൽ പങ്കുചേർക്കുക, മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക. ഇത് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു പൊറുക്കാത്ത ഏറ്റവും കൊടിയ പാപമാണ്. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമോട് പറയാം, റസൂലേ, എൻ്റെ ഉമ്മ വളരെ മോശം സ്വഭാവക്കാരിയാണ്. എൻ്റെ ഉമ്മ മോശം സ്വഭാവക്കാരിയാണ്. ഉമ്മയുടെ പെരുമാറ്റം നല്ലതല്ല, സ്വഭാവം നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുകയാണ്, 2 വർഷം നിനക്ക് മുലപ്പാൽ തന്നുകൊണ്ട് വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ നിന്റെ ഉമ്മ ഒരിക്കലും ദുസ്വഭാവിയായിരുന്നില്ല. നിന്നെ പോറ്റാനും നിന്നെ വളർത്താനും ഉറക്കൊഴിച്ച് ഉമ്മ സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും വാസ്തവത്തിൽ നിനക്ക് ഉമ്മ ദുസ്വഭാവിയായിരുന്നില്ല. നിന്നെ പരിപാലിച്ച് എല്ലാ നിലക്കും നിന്നെ സംരക്ഷിച്ച് വളർത്തിയ ഉമ്മ ആ ഘട്ടത്തിൽ ഒന്നും നിനക്ക് ദുസ്വഭാവിയായിരുന്നില്ല. ഇങ്ങനെയാണോ നിനക്ക് നീ ഉമ്മയോടുകൂടി പെരുമാറേണ്ടത്? ലഖദ് ജാസൈതഹാ ബിഹാദാ, ഈ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ടാണോ നിന്നെ ഈ ഉമ്മയോട് പ്രത്യുപകാരം ചെയ്യേണ്ടത്? നബി ചോദിക്കുകയാണ്. മാതാപിതാക്കന്മാർ പ്രായമാകുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഭാരമായി തീരുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൊരുത്തപ്പെടാത്ത, ഒരിക്കലും ഉത്സാഹിപ്പിക്കാത്ത ഒരു പ്രവൃത്തിയാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ?
അള്ളാഹു പൊറുക്കാത്ത ഗുരുതരമായ കുറ്റമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിച്ച മാതാപിതാക്കന്മാരെ വെറുപ്പിക്കൽ എന്ന് പറയുന്ന പ്രവൃത്തി എന്താണ്? ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിന്റെ പ്രകാശം നൽകുകയും ചെയ്ത അറേബ്യയിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹസൻ അയ്യൂബ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാമൂഹികമായ സേവനങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, മാതാപിതാക്കന്മാരുള്ള പെരുമാറ്റത്തിന്റെ രീതികൾ, അങ്ങനെ മനുഷ്യനും തമ്മിലെ ബന്ധത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ വിശദമായ രൂപത്തിൽ പ്രതിപാദിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് ഷെയ്ഖ് ഹസൻ അയ്യൂബ്. അദ്ദേഹം മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണെന്ന് വിശദമായ രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ എനിക്കും നിങ്ങൾക്കും അത് പറയാം. പക്ഷേ മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുന്നതിന്റെ 20 രൂപങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ 20 രൂപങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 1, അവരെ ദുഃഖിപ്പിക്കൽ, കരയിപ്പിക്കൽ. മാതാപിതാക്കന്മാർ നിങ്ങളെ ഓർത്ത് കരയേണ്ടി വരിക, നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരിക, അത് വെറുപ്പിക്കലാണ്. 2, വീട്ടിൽ നിന്നും ആട്ടിയകറ്റൽ. നിങ്ങളുടെ സേവനവും പരിചരണവും ആവശ്യമായ ഘട്ടത്തിൽ അത് നൽകാതെ കണ്ട് അവരെ ആട്ടിയകറ്റുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ അത് വെറുപ്പിക്കലാണ്. 3, വെറുപ്പ് സ്ഫുരിപ്പിക്കുന്ന വാക്കുകൾ, പെരുമാറ്റം, കോപാകുലമായ മുഖഭാവം. നിങ്ങൾ ഒരു പക്ഷേ മാതാപിതാക്കന്മാരെ ശകാരിക്കുന്നില്ലെങ്കിലും, അവരെ നിങ്ങൾ കുറ്റം പറയുന്നില്ലെങ്കിലും, അവരെ ചീത്ത പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ മുഖത്ത് അവരോടുള്ള വെറുപ്പ് സ്ഫുരിക്കും. അവരോട് വെറുപ്പോടുകൂടി സ്ഫുരിക്കുന്ന വാക്കുകൾ പറയുക, ആ രൂപത്തിൽ പെരുമാറുക, കോപാകുലമായ നോട്ടങ്ങൾ ഉമ്മയുടെയും ഉപ്പയുടെയും നേരെ ഉണ്ടാക്കുക, ആ മുഖഭാവത്തോടുകൂടി അവരോട് സംസാരിക്കുക. 4, മുഖവും നെറ്റിയും ചുളിക്കൽ, ദേഷ്യത്തോടുകൂടി പെരുമാറുക. 5, മാതാപിതാക്കന്മാരെ തുറിച്ചു നോക്കുക, എന്നിട്ട് പുച്ഛിക്കുക. നോട്ടത്തിന് മുന്നിൽ അവർ തളർന്ന് ചൂളിപ്പോകും. അത്രയും പരുഷമായ രൂപത്തിൽ മാതാപിതാക്കളെ നോക്കുന്ന പ്രകൃതി നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയണം, നിങ്ങൾ മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുകയാണ്. 8, അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക. മാതാപിതാക്കന്മാർ പല വിഷയങ്ങളിലും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും, നമ്മൾ അഭിപ്രായങ്ങൾ പറയും, നാം അവരോട് അഭിപ്രായങ്ങൾ തേടും. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക, അത് ഏറ്റവും ഗുരുതരമായ കുറ്റമാണ്. 9, അവർക്ക് മുമ്പിൽ കലഹിക്കുക, ഗാർഹിക പ്രശ്നങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുക. മാതാപിതാക്കന്മാർ, മക്കൾ, സഹോദരന്മാരാവട്ടെ സഹോദരികളാവട്ടെ, അവരുടെ മുമ്പിൽ കലഹിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലുള്ള ഗാർഹിക പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ എടുത്തിട്ട് അതിന്റെ പേരിൽ പരസ്പരം കലഹിക്കുക. 10, അവരെ ജനങ്ങളുടെ മുമ്പിൽ ഇകഴ്ത്തി പറയുക, കൊള്ളരുതാത്തവരായി അവരെ ചിത്രീകരിക്കുക. 11, അവരെ ശകാരിക്കുക, ശപിക്കുക, അസഭ്യം പറയുക. 12, മാതാപിതാക്കൾക്ക് പേരുദോഷം വരുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുക. സദ്വൃത്തരായ വാപ്പയും ഉമ്മയുമായിരിക്കും. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ തുടങ്ങി എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അവയെല്ലാം നല്ല രൂപത്തിൽ ചെയ്യുന്ന വാപ്പയും ഉമ്മയുമായിരിക്കും. പക്ഷേ മക്കൾ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ അമരുക, ദുർവൃത്തികളിൽ അകപ്പെടുക, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് ഒരിക്കലും സഹിക്കാത്ത കുറ്റമായി തീരും അത്. പിന്നെ അവരെ കടക്കണിയിൽ പെടുത്തുക. ധൂർത്തും ധാരാളിത്തവും ആർഭാടവും നിറഞ്ഞ ജീവിതം ജീവിച്ച് മാതാപിതാക്കന്മാരെ കടക്കണിയിൽ അകപ്പെടുത്തുന്ന ധാരാളക്കണക്കിൽ മക്കളുണ്ട്. 14, മാതാപിതാക്കന്മാരെക്കാൾ ഭാര്യമാർക്ക് മുൻഗണന കൊടുക്കുക. ഭാര്യമാർക്ക് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് സ്വീകാര്യതയും
അതിന്റെ പേരിൽ മാതാപിതാക്കന്മാരെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക. ഇത് വാസ്തവത്തിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാകുന്നു. വാർദ്ധക്യവേളയിൽ അവരെ കൈയൊഴിയുക, വൃദ്ധസദനങ്ങളിൽ നടതള്ളുക എന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. നമ്മുടെ എല്ലാം ചെറുപ്പകാലത്ത് തെക്കൻ തിരുവിതാംകൂർ ഭാഗങ്ങളിലും കേരളത്തിന്റെ ദക്ഷിണ ഭാഗങ്ങളിലുമായിരുന്നു ഈ പ്രവണത. ധാരാളക്കണക്കിൽ വൃദ്ധസദനങ്ങൾ. യൂറോപ്പിലും അമേരിക്കയിലും കുടിയേറിയ മക്കൾ മാതാപിതാക്കന്മാർ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ അവർക്ക് പാർക്കാൻ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുകയും അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി നടതള്ളുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. മുസ്ലിം സമൂഹങ്ങൾക്ക് ഇത് പരിചയമില്ലായിരുന്നു. ചെറുപ്പം മുതൽക്കേ മാതാപിതാക്കന്മാരുടെ പെരുമാറ്റം കണ്ടും കേട്ടും വളരുന്ന മക്കൾ മാതാപിതാക്കന്മാരെ എല്ലാ നിലക്കും നോക്കി സംരക്ഷിച്ചുകൊണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗൾഫ് നാടുകൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക മുതലായ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കുടിയേറി പാർത്തപ്പോൾ വീട്ടിൽ മാതാപിതാക്കന്മാർ ഒറ്റപ്പെടുകയും ആ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി അവരെ വൃദ്ധസദനങ്ങളിൽ നടതള്ളുകയും ചെയ്യുന്ന പതിവ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ്. 16 തന്റെ മാതാപിതാക്കൾ എന്ന് പറയാൻ മനുഷ്യൻ ലജ്ജിക്കുക. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ടും പദവി കൊണ്ടും ജോലിയുടെ മഹത്വം കൊണ്ടും നിങ്ങൾ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടിരിക്കാം. നിങ്ങൾ ചെല്ലുന്ന സദസ്സുകളിൽ അതെന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ നിങ്ങൾ സദസ്സിൽ നിന്നും ഒഴിവാക്കുക. കല്യാണങ്ങൾ, വിരുന്നുകൾ, സൽക്കാരങ്ങൾ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഇടപെടൽ, നാട്ടിലെ പ്രമുഖന്മാരുമായി സംസാരിക്കൽ തുടങ്ങിയ വേളകളിൽ തന്റെ മാതാപിതാക്കളെ ഒഴിവാക്കാനും അവരെ അവോയ്ഡ് ചെയ്യാനുമുള്ള ശ്രമങ്ങൾ മക്കൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അതും മാതാപിതാക്കന്മാരെ വെറുപ്പിക്കലാണ്. മാതാപിതാക്കന്മാരെ പ്രഹരിക്കുക, അവരെ തല്ലുന്നവരുണ്ട്. മാതാപിതാക്കന്മാരെ തല്ലുന്ന മക്കളുണ്ട്. പത്രങ്ങളിൽ വായിക്കാറില്ലേ നിങ്ങൾ? വയോധികരായ മാതാപിതാക്കന്മാരെ തല്ലുന്നു, ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇതെല്ലാം നാം ദിവസേന എന്നോളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരോട് പിണങ്ങുക. നിസ്സാരമായ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വാർദ്ധക്യത്തിന്റെ അവസ്ഥകളിൽ ശാഠ്യം പിടിക്കും മാതാപിതാക്കന്മാർ. നമ്മൾ കൊച്ചുകുഞ്ഞുങ്ങളായിരുന്നപ്പോൾ എന്തെല്ലാം ശാഠ്യങ്ങളും പിണക്കങ്ങളും നമുക്കുണ്ടായിരുന്നുവോ അവയെല്ലാം തന്നെ വാസ്തവത്തിൽ മാതാപിതാക്കന്മാർ വയസ്സായി കഴിയുമ്പോൾ അവരിലും ഉണ്ടായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു നിശ്ചയിച്ച കാര്യമാണിത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ. മാതാപിതാക്കന്മാർ രണ്ടുപേർക്കും വാർദ്ധക്യം പ്രാപിക്കുന്നു നിന്റെ അടുക്കൽ. ഒരാൾക്കോ രണ്ടുപേർക്കും ഒരുമിച്ചോ വാർദ്ധക്യം പ്രാപിക്കുകയാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. വെറുപ്പ് സ്ഫുരിക്കുന്ന ഒരു വാക്ക് പോലും അവരോട് നീ പറയാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. വെറുപ്പ് സ്ഫുരിക്കുന്ന ഛേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നീ അവരോട് പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ. അവരെ വെറുക്കാനോ ആട്ടിയകറ്റാനോ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാന്യമായ അന്തസ്സുള്ള വർത്തമാനങ്ങളാണ് മാതാപിതാക്കന്മാരോട് പറയേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. കരുണാർദ്രമായ വിനയത്തിന്റെ ചിറകുകൾ മാതാപിതാക്കന്മാർക്ക് നീ വിരിച്ചു കൊടുക്കണം. അവർക്ക് നീ ചെയ്യുന്ന അവകാശങ്ങൾ, അവർക്ക് നീ ചെയ്യുന്ന സേവനങ്ങൾ അവരുടെ അവകാശങ്ങളാണ്, നിന്റെ ഔദാര്യമല്ല. നീ എന്താണ് ചെയ്യേണ്ടത്? കരുണാർദ്രമായ വിനയത്തിന്റെ ചിറകുകൾ മാതാപിതാക്കന്മാർക്ക് വിരിച്ചു കൊടുക്കണം. വഖുൽ, നീ പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ ഏതൊരു കരുണയോടും വാത്സല്യത്തോടും അലിവോടും ആർദ്രതയോടും കൂടിയാണോ പോറ്റി വളർത്തിയത്, ആ വാത്സല്യവും കരുണയും ആർദ്രതയും ഈ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ
എന്റെ മാതാപിതാക്കന്മാർക്ക് നീ നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർ ചെയ്ത സേവനങ്ങൾക്ക് തുല്യമായ രൂപത്തിൽ പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിവില്ല, അശക്തനാണ് ഞാൻ. അതിനാൽ ഈ പ്രായത്തിന്റെ ഘട്ടത്തിൽ എനിക്ക് സാധിക്കാത്ത സേവനങ്ങൾ, ശ്രദ്ധ, പരിഗണന എന്റെ മാതാപിതാക്കൾക്ക് നൽകാൻ അല്ലാഹുവേ നീ കനിയേണമേ എന്ന് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാവണം. സുലൈമാൻ നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ നാഥാ,